إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما صلوات الله والسلام على نبينا ورسولنا وقدوتنا محمد بن عبد الله وعلى آله وأصحابه وعلى من اتبعهم بإحسان إلى يوم الدين أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار സത്യവിശ്വാസികളെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹജ്ജത്തുൽ ഇസ്ലാം നിർവഹിക്കുന്നത് ഹിജ്റ 10-ാം വർഷമാണ്. അഥവാ അവിടുത്തെ ആയുസിന്റെ അവസാന വർഷത്തിൽ. സഹോദരങ്ങളെ, ആ വർഷത്തിൽ ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങളെ സാക്ഷിയാക്കിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയിൽ വെച്ച് ഒരു ഖുത്ബ നിർവഹിക്കുകയുണ്ടായി. തന്നെ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം 23 വർഷത്തെ ഈ നബിയായിക്കൊണ്ടുള്ള റസൂലായിക്കൊണ്ടുള്ള ഈ ഉത്തരവാദിത്തം ഇതാ അവസാനിക്കുന്നു എന്ന് അറിയിച്ചുകൊണ്ടുള്ള അറഫ ഖുത്ബ. ആ ഖുത്ബ ഈ ഉമ്മത്തിനുള്ള വസിയത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ച ഹജ്ജത്തുൽ വിദാഇലെ അറഫയിലെ ഖുത്ബ എന്നുള്ളത്. ആ ഖുത്ബയിൽ പല കാര്യങ്ങളും പരാമർശിക്കുന്നുണ്ട്. പല സഹാബികളിൽ നിന്നും ആ ഖുത്ബ ഉദ്ധരിക്കപ്പെട്ടിട്ടുമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ നാം ഈ ദിവസത്തിൽ ഓർക്കുകയാണ്. അതിലൊന്നാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിച്ച കാര്യം ഒരു മുസ്ലിമിന്റെ അഭിമാനവും ഒരു മുസ്ലിമിന്റെ രക്തവും ഒരു മുസ്ലിമിന്റെ സമ്പത്തും അത് പവിത്രമാണ് എന്നുള്ളതാണ്. ഒരിക്കലും അത് പിച്ചി ചീന്തുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ആ ഖുത്ബയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഇന്ന ദിമാഅക്കും വ അംവാലക്കും ഹറാമുൻ അലൈക്കും, നിങ്ങളുടെ സ്വത്തും നിങ്ങളുടെ സമ്പാദ്യവും അതുപോലെ നിങ്ങളുടെ രക്തവുമെല്ലാം മുസ്ലിമീങ്ങളുടേത് പവിത്രമാണ്. കഹുർമതി യൗമിക്കും ഹാദാ, ഈ ദിവസത്തിന്റെ പവിത്രത പോലെ, വഫീ ശഹരിക്കും ഹാദാ, ഈ മാസത്തിന്റെ പവിത്രത പോലെ, വഫീ ബലദിക്കും ഹാദാ, ഈ ഒരു നാടിന്റെ പവിത്രത പോലെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതേ സഹോദരങ്ങളെ, ഒരു മുസ്ലിമിന്റെ അഭിമാനമോ ഒരു മുസ്ലിമിന്റെ രക്തമോ ഒരു മുസ്ലിമിന്റെ സമ്പത്തോ അന്യായമായിക്കൊണ്ട് അത് നശിപ്പിക്കുന്ന അല്ലെങ്കിൽ അത് എടുക്കുന്ന അവസ്ഥ ഒരു മുസ്ലിമിന് പാടില്ലാത്തതാണ്. അത് പവിത്രമാണ്, അത് കാത്തുസൂക്ഷിക്കപ്പെടേണ്ടതാണ്. പല ഹദീസുകളിലൂടെ ദീനിന്റെ ളറൂറത്തുകളിൽ പെട്ടുകൊണ്ട് പണ്ഡിതന്മാർ എണ്ണിയിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് ഒരു മുസ്ലിമിന്റെ ഈ 3 കാര്യങ്ങളും സംരക്ഷിക്കപ്പെടണമെന്ന്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുസ്ലിമു അഖുൽ മുസ്ലിം, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ്. ലാ യഖൂനുഹു വലാ യക്ദിബുഹു വലാ യഖ്ദുലുഹു, അവൻ അവന്റെ സഹോദരനെ വഞ്ചിക്കുകയില്ല, ചതിക്കുകയില്ല. അവൻ തന്റെ സഹോദരനോട് കളവ് പറയുകയില്ല. അവൻ തന്റെ സഹോദരനെ സഹായിക്കാതെ കൈവിടുകയില്ല. കുല്ലുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഹറാം, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന് പവിത്രമാണ്. ഇർബുഹു വമാലുഹു വദമുഹു, അതുപോലെ തന്നെ അവന്റെ അഭിമാനവും അതുപോലെ തന്നെ അവന്റെ സമ്പത്തും അവന്റെ രക്തവും എല്ലാം പവിത്രമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിച്ചു. ഇത് അറഫയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിന് നൽകിയ വസിയത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അറഫ ഖുത്ബയിൽ ഓർമ്മിപ്പിച്ചത് പലിശയെ സംബന്ധിച്ചാണ്. എല്ലാവിധ ജാഹിലിയ കാലത്തുണ്ടായിരുന്ന ബാക്കി ലഭിക്കാനുള്ള പലിശയെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ആ ഒരു പാപത്തിന്റെ ഗൗരവത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖുത്ബയിൽ പറഞ്ഞു, വരിബൽ ജാഹിലിയ മൗദൂഉൻ, അതാ ജാഹിലിയത്തിന്റെ കാലത്ത് നടത്തിയ കച്ചവടത്തിന്റെ പേരിലോ അല്ലെങ്കിൽ ആ ഇനത്തിൽ ലഭിക്കാനുള്ള പലിശയെല്ലാം ഇതാ ഇവിടെ ഒഴിവാക്കപ്പെടുന്നു. ആദ്യം നാം ഒഴിവാക്കുന്ന റിബ, പലിശ, അത് നമ്മുടെ തന്നെയാണ്, നമ്മുടെ കുടുംബത്തിന്റെയാണ്. റിബ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്
ഫഇന്നഹു മൗദൂഉൻ കുല്ലുഹു, തന്റെ പിതൃവ്യനായ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബിന് ലഭിക്കാനുള്ള എല്ലാ പലിശയും ഇവിടെ ഒഴിവാക്കിയിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി. പലിശയെ സംബന്ധിച്ച് ഗൗരവത്തിലുള്ള താക്കീത് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ധാരാളം ഹദീസുകൾ ഈ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു കാര്യം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് കാണാം, ലഅന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകില റിബ വമൂകിലഹു വശാഹിദഹു വകാതിബഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിട്ടുണ്ട് പലിശ, അത് ഭക്ഷിക്കുന്നവനും ഭക്ഷിപ്പിക്കുന്നവനും അതിന് സാക്ഷ്യം നിൽക്കുന്നവനും അത് എഴുതുന്നവനും അതിന് രേഖപ്പെടുത്തുന്നതും എല്ലാവരുടെ മേലെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശാപമുണ്ട്, അഥവാ വൻ പാപമാണ് എന്ന്. ഇത് അന്തിമ ഖുത്ബയിൽ, അറഫ ഖുത്ബയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയിട്ടുള്ള വസിയത്ത് ചെയ്തിട്ടുള്ള കാര്യമാണ്. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയിൽ ഓർമ്മപ്പെടുത്തിയത് അൽ വസിയ്യത്തു ബിൻ നിസാ, സ്ത്രീകളെ സംബന്ധിച്ച് പുരുഷന്മാരോടുള്ള വസിയത്താണ്. തന്റെ ഭാര്യമാരോടും തന്റെ കീഴിലുള്ള സ്ത്രീകളോടും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുരുഷന്മാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയ്യുഹന്നാസ്, ജനങ്ങളെ തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വസ്തൗസു ബിന്നിസാഇ ഖൈറാ, സ്ത്രീകളുടെ വിഷയത്തിലുള്ള വസിയത്ത് അവരോട് ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾ ജീവിക്കണം. ഫഇന്നഹുൻ ഇൻദകും അവാനുൻ, അവർ നിങ്ങളുടെ അടുക്കൽ ഒരു ബന്ധിതരെ പോലെയാണ്, അവർ തടവുള്ളികളെ പോലെയാണ്. വഇന്നകും ഇന്നമാ അഖൽതുമൂഹുൻ ബിഅമാനത്തില്ലാഹ് വസ്തഹലൽതും ഫുറൂജഹുൻ ബികലിമത്തില്ലാഹ്, അവരെ നിങ്ങൾ സ്വീകരിച്ചത് അല്ലാഹുവിനെ സാക്ഷി നിർത്തിക്കൊണ്ടാണ്. അവരുടെ ഗുഹ്യസ്ഥാനങ്ങൾ നിങ്ങൾക്ക് ഹലാലായത് അല്ലാഹുവിന്റെ കലിമത്തിന്റെ പേരിലുള്ള കരാറിന്റെ മേലെയാണ്. അതുകൊണ്ട് അവരോടുള്ള കാര്യം നിങ്ങൾ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, വഅലൈക്കും അലൈഹിൻ ഹഖ്ഖുൻ വലഹുൻ അലൈക്കും ഹഖ്ഖുൻ, നിങ്ങൾക്ക് അവരിൽ നിന്ന് ചില അവകാശങ്ങൾ ലഭിക്കാനുണ്ട്, അവർക്ക് നിങ്ങളിൽ നിന്നും ചില അവകാശങ്ങൾ ലഭിക്കാനുണ്ട്. അതിന് ചില ഉദാഹരണങ്ങൾ പറഞ്ഞു. സ്ത്രീകളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കേണ്ടത്, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആരെയും നിങ്ങളുടെ വീട്ടിൽ പ്രവേശിപ്പിക്കാതിരിക്കുകയും വ്യഭിചാരം പോലെയുള്ള മ്ലേച്ഛതകളിൽ ഉൾപ്പെടാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ട് പറഞ്ഞു, ഫലഹുന്ന അലൈക്കും, അവർക്ക് നിങ്ങളിൽ നിന്ന് ലഭിക്കേണ്ട ഹഖ് റിസ്ഖുഹുൻ വകിസ്വതുഹുൻ ബിൽ മഅറൂഫ്, അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം, അവർക്ക് ആവശ്യമായിട്ടുള്ള വസ്ത്രം, അതുപോലെയുള്ള അവരുടെ ആവശ്യങ്ങൾ മാന്യമായ നിലക്ക് അവർക്ക് ലഭിക്കണമെന്ന് പറഞ്ഞു. സ്ത്രീകളോടുള്ള കാര്യത്തിൽ പുരുഷന്മാരെ പ്രത്യേകം അറഫയിൽ ഖുത്ബയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തി. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയത് കിതാബുല്ലാഹ്, അല്ലാഹുവിന്റെ കിതാബായ ഖുർആനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വസിയത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് അറഫയിൽ വെച്ച് പറഞ്ഞു, വഖദ് തറക്തു ഫീകും മാ ലൻ തദില്ലു ബഅദഹു ഇൻ ഇഅ്തസംതും ബിഹി കിതാബല്ലാഹ്, ഇതാ ഞാൻ നിങ്ങൾക്ക് വിട്ടേച്ചു പോകുന്നു, അതുള്ളിടത്തോളം കാലം, അതിനെ നിങ്ങൾ മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ പിഴച്ചു പോവുകയില്ല. എന്നിട്ട് പറഞ്ഞത് അല്ലാഹുവിന്റെ കിതാബാണ്, ഖുർആനാണ്, അതിനെ നിങ്ങൾ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞു. മറ്റൊരു റിവായത്തിൽ ഇത്ര കൂടി കാണാം, വഖദ് തറക്തു ഫീകും മാ ഇൻ ഇഅ്തസംതും ബിഹി ഫലൻ തദില്ലു അബദാ അംറൻ ബയ്യിനൻ കിതാബല്ലാഹ് വസുന്നത നബിഹി, നിങ്ങൾക്കിതാ ഞാൻ വിട്ടേച്ചു പോകുന്ന വ്യക്തമായിട്ടുള്ള കാര്യം, അതിനെ മുറുകെ പിടിക്കുന്നവർ പിഴച്ചു പോവുകയില്ല. ഒന്ന് അള്ളാഹുവിന്റെ കിതാബാണ്, രണ്ട് ആ അള്ളാഹുവിന്റെ നബിയുടെ സുന്നത്തുമാണ്. അതേ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഖുർആൻ മുറുകെ പിടിക്കണമെന്ന് പറഞ്ഞതിലെല്ലാം അതിന്റെ അകത്ത് ആശയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ കൂടെ മുറുകെ പിടിക്കണമെന്നുണ്ട്. കാരണം ഖുർആനിൽ സൂറത്തുൽ ഹശ്റിലെ ഈ ആയത്തുണ്ട്, വമാ ആതാകുമുർ റസൂൽ ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു, എന്താണോ നിങ്ങളുടെ റസൂൽ നിങ്ങൾക്ക് കൊണ്ടുവന്നു തരുന്നത് അത് നിങ്ങൾ മുറുകെ പിടിക്കുക, സ്വീകരിക്കുക. എന്താണോ ഒഴിവാക്കുന്നത്, വിരോധിക്കുന്നത്, അത് ഒഴിവാക്കുകയും ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഖുർആനെ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞാൽ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ സുന്നത്തിനെയും മുറുകെ പിടിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ഈ 4 കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അറഫ ഖുത്ബയിൽ പ്രത്യേകം എണ്ണി പറഞ്ഞിട്ടുള്ള, പ്രത്യേകം ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് അന്തിമ വസിയത്തായി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ അവിടുത്തെ ഉത്തരവാദിത്തം പൂർത്തീകരിച്ച ആ ദിവസത്തിൽ ഈ വസിയത്തുകൾ നൽകിയിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്, നാം പരിഗണിക്കേണ്ടതുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദഹു. ഇബാദല്ലാഹ് ഇത്തഖുല്ലാഹ്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജിന്റെ കർമ്മങ്ങളിൽ അവിടുന്ന് നടത്തിയ മറ്റൊരു പ്രശസ്തമായ ഖുതുബ കൂടിയുണ്ട്. മിനയിൽ മസ്ജിദുൽ ഖൈഫിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിച്ച ഒരു ഖുതുബ, അതും സ്വഹാബികൾ ഉദ്ധരിക്കുന്നുണ്ട്. അതിലും വളരെ പ്രധാനപ്പെട്ട ഒരു മുസ്ലിം അവന്റെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ആ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅലമു, നിങ്ങൾ മനസ്സിലാക്കുക,
അന്നൽ ഖുലൂബ ലാ തുഗല്ലു അലാ സലാസ്, ഒരാളുടെ ഖൽബ് 3 കാര്യങ്ങളുണ്ട് എങ്കിൽ ആ ഖൽബ് വഞ്ചന നിറഞ്ഞതോ ചതി നിറഞ്ഞതോ ഒന്നും ആവുകയില്ല. ഇഖ്ലാസുൽ അമലി ലില്ലാഹ്, കർമ്മങ്ങൾ നിഷ്കളങ്കമായി അല്ലാഹുവിന് ചെയ്യുന്ന, അല്ലാഹുവിനോട് ഇഖ്ലാസുള്ള ഒരു ഖൽബാണെങ്കിൽ. വമുനാസഹതി ഉലിൽ അംർ, ഭരണാധികാരികളോട് നസീഹത്തുള്ള ഒരാളാണെങ്കിൽ. വഅലാ ലുസൂമി ജമാഅത്തിൽ മുസ്ലിമീൻ, അതുപോലെ തന്നെ മുസ്ലിമീങ്ങളുടെ ജമാഅത്തിനോട് ചേർന്ന് നിൽക്കുന്ന, അതിനോടും നസീഹത്ത് കാണിക്കുന്ന ആളാണെങ്കിൽ. ഫഇന്ന ദഅവതഹും തുഹീതു മിൻ വറാഇഹിം, അങ്ങനെ ആ ജമാഅത്തിനോട് ചേർന്ന് നിൽക്കുമ്പോൾ അതിലുള്ള ഓരോ ആളുകളുടെയും പ്രാർത്ഥനയിലൂടെ അവർക്ക് പിശാചിന്റെ കെണികളിൽ നിന്നും മറ്റും പ്രത്യേകം സംരക്ഷണം ലഭിക്കുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി. എന്നിട്ട് പറഞ്ഞു, വമൻ തകുനിദ് ദുനിയാ നിയ്യതഹു, ആരുടേതാണോ അവന്റെ നിയ്യത്ത് ലക്ഷ്യം ദുനിയാവാകുന്നത്, യജ്അലില്ലാഹു ഫഖറഹു ബൈന ഐനൈഹി, അവന്റെ കൺമുന്നിൽ എപ്പോഴും അല്ലാഹു ദാരിദ്ര്യം വെക്കുന്നതാണ്. വയുശത്തിത് അലൈഹി വൈഅതഹ്, അവന്റെ കാര്യങ്ങളെല്ലാം ഛിന്ന ഭിന്നമാകുന്ന അവസ്ഥയിലായിരിക്കും. വലാ യഅതീഹി മിൻഹാ ഇല്ലാ മാ കുതിബ ലഹു, അവന് ദുനിയാവിൽ നിന്ന് അല്ലാഹു രേഖപ്പെടുത്തിയതല്ലാതെ ഒന്നും കിട്ടാൻ പോകുന്നില്ല. വമൻ തകുനിൽ ആഖിറതു നിയ്യത, ആരുടേതാണോ പരലോകം പ്രധാനപ്പെട്ട ചിന്തയും ഉദ്ദേശവും നിയ്യത്തുമാകുന്നത്, യജ്അലില്ലാഹു ഗിനാഹു ഫീ ഖൽബിഹി, അവന്റെ ഖൽബിൽ അല്ലാഹു ഐശ്വര്യം നിറക്കുന്നതാണ്. വയക്ഫീഹി വൈഅതഹ്, അവന്റെ ആവശ്യങ്ങൾക്കെല്ലാം അല്ലാഹു മതിയാകുന്നതാണ്. വയഅതീഹി ദുനിയാ വഹിയ റാഗിമത്തുൻ, അവന്റെ പിന്നാലെ ദുനിയാവ് പിന്നാലെ വരുന്നതാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് അവസാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി, ഫറഹിമല്ലാഹു റഅൻ, ഒരു വ്യക്തി അവൻ അല്ലാഹു കാരുണ്യം ചൊരിയട്ടെ, സമിഅ മഖാലതി, എന്റെ ഒരു ഹദീസ് അവൻ കേൾക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണെന്ന് സ്ഥിരപ്പെട്ടുകൊണ്ടുള്ള ഒരു ഹദീസ് അവന് ലഭിച്ചു. ഹത്താ യുബല്ലിഗഹു ഗൈറഹു, അങ്ങനെ അവൻ വേറൊരാളിലേക്ക് അത് എത്തിച്ചു കൊടുത്തു. അങ്ങനെയുള്ള ഒരാൾക്ക് കാരുണ്യം ചൊരിയട്ടെ, നബി സല്ലല്ലാഹു അല്ലാഹുവിന്റെ കാരുണ്യം ഉണ്ടാവട്ടെ. വറുബ്ബ ഹാമിലി ഫിഖ്ഹിൻ വലൈസ ബിഫഖീഹിൻ, എല്ലാ അറിവുള്ളവനും അല്ലെങ്കിൽ അറിവിനെ ഹിഫ്ളാക്കിയവനും കൊണ്ടു നടക്കുന്നവനും ആ അറിവിനെ യഥാർത്ഥ രൂപത്തിൽ ഗ്രഹിച്ചവനായിക്കൊള്ളുന്നില്ല. വറുബ്ബ ഹാമിലി ഫിഖ്ഹിൻ ഇലാ മൻ ഹുവ അഫ്ഖഹു മിൻഹു, അങ്ങനെ അവൻ എത്തിച്ചു കൊടുക്കുന്നവൻ ഇവൻ മനസ്സിലാക്കിയതിനേക്കാൾ ആ അറിവിനെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുന്ന ഒരാളായി തീരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ദീന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്നതിന്റെ ഫൗലിനെ അറിയിക്കുകയും ചെയ്തു. അതേ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ഈ മഹത്തായ ഹജ്ജിന്റെ കർമ്മങ്ങൾക്കിടയിൽ നടത്തിയ 2 മഹത്തായ ഖുതുബയിലെ ചില ഭാഗങ്ങളാണ് നാം ഇവിടെ കേട്ടത്. ഈ ഭാഗങ്ങളിൽ പറഞ്ഞിട്ടുള്ളതും അതിനപ്പുറത്തേക്കുള്ളതായിട്ടുള്ള കാര്യങ്ങളെല്ലാം നാം അറിയേണ്ടതും പഠിക്കേണ്ടതുമാണ്. ഈ കാര്യങ്ങൾ പ്രത്യേകിച്ചും നാം ശ്രദ്ധിക്കുക, നമ്മുടെ ജീവിതത്തെ പരിശോധിക്കുക, ഈ വസിയ്യത്തുകളെ സ്വീകരിക്കുന്നവരാണോ നാം എന്ന് നാം പ്രത്യേകം ചിന്തിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.